കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ പാസഞ്ചർ ടെർമിനലിന്റെ അവസാന ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിന് കരാറായി. ഇത് സംബന്ധിച്ച് 3 സർക്കാർ സ്ഥാപനങ്ങളും തുർക്കിയ കമ്പനികളായ ലിമാക്കും തമ്മിൽ കരാറുകളിൽ ഒപ്പുവെച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അവസാനഘട്ട നിർമ്മാണത്തിന്റെ ഒപ്പുവെക്കൽ ചടങ്ങിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബ, ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബ, പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അൽ സാലിം അൽ സബ, പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ, അമീരി ദിവാൻ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ മിഷ അൽ സബ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും തന്ത്രപരവും സുപ്രധാനവുമായ പദ്ധതികളിലൊന്നായാണ് പുതിയ വിമാനത്താവളത്തെ കണക്കാക്കുന്നത്. അവസാനഘട്ട നിർമ്മാണ കരാറായതോടെ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കൽ, യാത്രാനുഭവവും യാത്രാ സേവനങ്ങളും മെച്ചപ്പെടുത്തൽ, വ്യാപാരം, ടൂറിസം, നിക്ഷേപം എന്നിവയെ പിന്തുണയ്ക്കൽ, കാർഗോ, ലോജിസ്റ്റിക്സ് ശേഷികൾ ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കും പാസഞ്ചർ ടെർമിനൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിലെ കുതിപ്പിനും പുതിയ സംരംഭം ഇടയാകും. കൂടാതെ വ്യോമഗതാഗതത്തിനും ലോജിസ്റ്റിക് കണക്ടിവിറ്റിക്കും ഒരു പ്രത്യേക കേന്ദ്രമെന്ന നിലയിൽ കുവൈറ്റിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളെ പിന്തുണക്കാനും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര.